പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട്. ഒരുപാട് സബ്സ്ക്രിപ്ഷൻ ഇപ്പോൾ ആയിട്ടുണ്ട്. ഒരുപാട് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെ സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുണ്ട്. അതായത് സബ്സ്ക്രൈബേഴ്സിന് മാത്രമാണ് ഇടേണ്ട പോസ്റ്റ്. അത് നീ കയറി സബ്സ്ക്രൈബ് ചെയ്തിട്ട് നീ സ്ക്രീൻഷോട്ട് എടുത്ത് പബ്ലിക് ആക്കുന്നു. നിനക്കൊക്കെ എന്തുവാടാ? നിനക്കൊക്കെ കണ്ടന്റിന് വേണ്ടിയിട്ടാണോ? എന്നും അല്ലാതെ തന്നെ എനിക്ക് ഒരുപാട് കണ്ടന്റ് ഞാൻ നിനക്കൊക്കെ തരുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് രേണുസുധിയുടെ കണ്ടന്റുമായിട്ടാണ്. അപ്പോൾ ആദ്യം തന്നെ പറഞ്ഞേക്കാം, താല്പര്യമുള്ളവർക്ക് കാണാം, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്തു പോകാം. കാരണം രേണുസുധിയുടെ വീഡിയോ ചെയ്യുമ്പോൾ ആളുകൾ വന്ന് വിമർശിക്കാറുണ്ട്, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ, അവരവരുടെ വഴിക്ക് വിട്ടേക്കെന്ന്. അപ്പോൾ ഈ പറയുന്ന ആളുകളോടാണ് പറയാൻ ഒരു കാരണമുണ്ട്. കാരണം രേണുസുധിയുടെ വീഡിയോ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതലും വ്യൂസ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളിപ്പം പറയുന്ന ആളുകൾ തന്നെ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും നിങ്ങളും രേണുസുധി എന്ന് പറയുന്ന വ്യക്തിയുടെ വിവരങ്ങൾ അറിയാൻ ഒരുപാട് ആഗ്രഹമുള്ള ആളുകളാണെന്നറിയാം. കുറ്റം പറയുമെങ്കിലും പോയി ഒളിഞ്ഞു നോക്കുന്ന പ്രകൃതക്കാരാണ് മലയാളികളെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ അവരുടെ വീഡിയോയ്ക്ക് നല്ല റീച്ച് കിട്ടുന്നതും വ്യൂസ് കിട്ടുന്നതിൻ്റെയും കാരണം. നിങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടും നിങ്ങൾ കാണാൻ പോകുന്നുണ്ട് എന്നുള്ള അന്നേരം ഉള്ള വിവരങ്ങൾ എല്ലാവരും തന്നെ അന്നേരം തന്നെ അത് അറിയാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ആണ് ഇങ്ങനെ പറയുന്നത്. താല്പര്യമുള്ളവർക്ക് കാണുക, അല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോവുക എന്ന് തുടക്കത്തിലേ പറയുന്നത്. അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ഈ കാണുന്നതിനൊപ്പം ഒന്ന് ലൈക്ക് ചെയ്യുകയും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്നും കൂടെ ഒന്ന് പ്രത്യേകം പറയുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ രേണു ചേച്ചി സബ്സ്ക്രിപ്ഷൻ പരിപാടി ആരംഭിച്ചു എന്നുള്ള കാര്യം നിങ്ങളെല്ലാം ഇതിനോടകം തന്നെ അറിഞ്ഞു കാണുമെന്ന് എന്നുള്ള കാര്യം അറിഞ്ഞിട്ടുണ്ട്. അപ്പം പുള്ളിക്കാരത്തി എത്ര 800 സംതിങ് ആളുകൾ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് പുള്ളിക്കാരത്തിക്ക് ഒരു 1.5 ലക്ഷം രൂപ മേളിലെങ്ങാണ്ട് ഇപ്പം ഒരു മാസം കിട്ടാനുള്ള സാധ്യതയും ഉണ്ടെന്നാണ് പറയുന്നത്. ഏകദേശം ഒരു കണക്ക് അത്രയൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ പുള്ളിക്കാരത്തിക്ക് എന്തായാലും വളരെയധികം ഇതിൽ കൂടെ മികച്ച നേട്ടം കൈവരിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുള്ളിക്കാരത്തിയുടെ ഈ ചാനൽ എന്താ പറയുക ഈ സബ്സ്ക്രിപ്ഷൻ പരിപാടിയിൽ ചെയ്തിരിക്കുന്ന ആളുകളിൽ ആരോ വന്നിട്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് അതിൻ്റെ അകത്തെ രംഗങ്ങൾ പുറത്തേക്ക് വിട്ടേക്കുന്നത്. അത് പല ആളുകളും വീഡിയോ ചെയ്തു. ഞാൻ ഉൾപ്പെടെയുള്ള പല ആളുകളും ഇത് ഈ ഒരു വിഷയം വീഡിയോ ചെയ്തിട്ടുണ്ട്. അതങ്ങനെ പുറത്തേക്ക് വന്നു. അപ്പോൾ ആരാണെന്ന് കറക്റ്റ് നമുക്കറിയത്തില്ല. എന്തായാലും കുറച്ച് ആളുകളുടെ പേരൊക്കെ പരാമർശിക്കുന്നുണ്ട്. പുള്ളിക്കാരത്തി തന്നെ ചിലരെ പറയുന്നുണ്ട്. അവർ പറയുന്നുണ്ട് ഞാനല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതെന്തോ ആയിക്കോട്ടെ. എന്തായാലും ഇതിലെ എക്സ്ക്ലൂസീവ് രംഗങ്ങൾ എന്താണ് എന്ന് കാണാൻ വേണ്ടിയിട്ട് ആളുകൾ പോയി നോക്കിയിട്ടുണ്ട്. അവർ 189 രൂപയോളം കൊടുത്തിട്ടാണ് ഈ ഇതിലേക്ക് കയറി കാണാൻ ശ്രമിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് സ്ക്രീൻ റെക്കോർഡ് അവർ പൈസ കൊടുത്ത് വാങ്ങിയിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അവരെന്ത് വേണമെങ്കിലും അത് ചെയ്യാം. അവർക്കതിനുള്ള ഒരു അർഹതയുണ്ട്. അപ്പം ചിലർ സ്ക്രീൻ റെക്കോർഡ് ചെയ്യും. ഇത് ചിലർ പുറത്ത് വിടും. ചിലർ അവരുടെ പേഴ്സണലായിട്ട് സൂക്ഷിക്കും. പക്ഷെ സൂക്ഷിക്കേണ്ട മാത്രമുള്ള വലിയ സംഭവമൊന്നും ഇല്ല. കാരണം പുള്ളിക്കാരത്തിയുടെ എന്താ ക്ലീവേജും വടയും പരിപാടികളും ഒക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പ്രദർശിപ്പിക്കുകയുണ്ടായി. പുള്ളിക്കാരത്തി തന്നെ പറയുന്നുണ്ട്, ഞാൻ ആൽബത്തിലൊക്കെ ഞാൻ എൻ്റെ വയറൊക്കെ കാണിച്ച് ഞാൻ ചെയ്യാറുണ്ടല്ലോ എന്ന്. അപ്പോൾ ഇതിൽ കൂടുതൽ എന്തെങ്കിലും അതിൻ്റെ അകത്തുണ്ടോ എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ചിലർ പോയി എത്തി നോക്കിയിരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് പ്രത്യേകിച്ചൊന്നും കണ്ടിട്ടില്ല. ഇപ്പം നിലവിൽ കണ്ടിട്ടില്ല. ഇതുതന്നെയൊക്കെയാണ് അവിടെയും കാണിച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞിരിക്കുന്ന ന്യായീകരണം, വലിയ വലിയ സെലിബ്രിറ്റികളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങളൊക്കെ അവരെ എന്താണ് ഇങ്ങനെ ചെയ്യാത്തത്, അപ്പോൾ നിങ്ങൾ വിവരം അറിയുമെന്ന്. വലിയ വലിയ സെലിബ്രിറ്റികൾ എന്ന് പറഞ്ഞ ആളുകൾ ആരാണെന്ന് എനിക്കറിയത്തില്ല ഉദ്ദേശിക്കുന്നത്. അഹാനയെ കമ്പയർ ചെയ്യുന്നത് കേട്ടു. പക്ഷേ അഹാന എന്ന് പറയുന്ന വ്യക്തിയെ അവർ ഇങ്ങനെയുള്ള എക്സ്ക്ലൂസീവ് കണ്ടന്റുകളെന്നും പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും പുള്ളിക്കാരത്തിയുടേതായ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഫോട്ടോയും വീഡിയോയുമാണ് ഡ്രൈവ് ചെയ്യുന്നത്, ഭക്ഷണം കഴിക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അല്ലാതെ ഇതുപോലുള്ള ഈ എന്താ പറയുന്നത് മാറിടവും അതുപോലെ തന്നെ പുക്കിളും തൊടയും ഒന്നും പ്രദർശിപ്പിക്കുന്ന രീതിയിലുള്ള വീഡിയോയും ഫോട്ടോസും ഒന്നും പുള്ളിക്കാരത്തി ഇട്ടിട്ടില്ല. അതിൻ്റേതായ സ്റ്റാൻഡേർഡിലാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ ചില ആളുകൾ ചെയ്യുന്ന ആളുകളുണ്ട്. 100% എല്ലാവരും ഇങ്ങനെ ആയിരിക്കണമെന്നില്ല. കുറേ ആളുകളും 90% ആളുകളും ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങളാണ് പ്രദർശിപ്പിക്കുന്നതെന്നുള്ള കാര്യം അറിയാം. അതുതന്നെയാണ് ചേച്ചി ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഹോട്ടായിട്ടുള്ള രംഗങ്ങളൊക്കെയാണ് പുള്ളിക്കാരത്തി കാണിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനിയിപ്പം എന്താ പറയുന്നത്, പുറത്തേക്ക് ഇങ്ങനെയൊക്കെയുള്ള ഫോട്ടോകൾ പുറത്തേക്ക് ലീക്കായി പോയതിൻ്റെ ഫലമായിട്ട് ഇനി ഇതൊക്കെ തന്നെയാണല്ലോ ഇനി ഇങ്ങനെ കാണുന്നുണ്ട്, പിന്നെ എന്തിനാണ് വെറുതെ നമ്മൾ കയ്യിലിരിക്കുന്ന പൈസ കൊടുത്തിട്ട് ഇത് കാണാൻ പോകുന്നത് എന്നോർത്ത് ചില ആളുകൾ ഇനിയും
ഇതിൽ നിന്ന് പിൻവലിയുമെന്നും കരുതി അപ്പം പുള്ളിക്കാരത്തിക്ക് നഷ്ടമാണ്. അപ്പോൾ അത് ഉദ്ദേശിച്ചുള്ള ഒരു ടെൻഷനും കൊണ്ടാണ് പുള്ളിക്കാരത്തി കേസ് കൊടുക്കുമെന്നും പറഞ്ഞുകൊണ്ട് ആളുകളെ പേടിപ്പിക്കുന്നത്. ഇനി ഇങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കേസ് കൊടുക്കൂടാ മറ്റവനെ എന്നും പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരത്തി വന്നിരിക്കുന്നത്. പക്ഷേ പുള്ളിക്കാരത്തി ഇത് എന്ത് പറഞ്ഞാണ് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നത്? നിങ്ങൾ പറയുന്ന മാനമുണ്ടോ, നിനക്കൊക്കെ മാനമുണ്ടോ എന്ന്. പക്ഷേ ഈ പറയുന്ന പുള്ളിക്കാരത്തിക്ക് മാനമുണ്ടോ എന്ന് ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കുകയാണ്. കാരണം അങ്ങേയറ്റം തറ പരിപാടികളാണ് ചേച്ചി കാണിക്കുന്നത്. ഇത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് ചെറിയ കുട്ടികൾ വരെ തൊട്ട് മുതിർന്ന ആളുകൾ വരെ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ അതനുസരിച്ച് നിങ്ങൾ ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നില്ല. നിങ്ങളുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ വെറും കൂതറ വർത്താനങ്ങളാണ് നിങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങളുടെ ഒപ്പം നടക്കുന്ന മീഡിയക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങൾ ലൈംഗിക ചൊവ്വയുള്ള ചോദ്യങ്ങളാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഒരു സെലിബ്രിറ്റിയോടും ചോദിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളല്ല നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പോൾ അത്തരം തരം താഴ്ന്ന തരത്തിലുള്ള ക്വസ്റ്റ്യനുകളാണ് നിങ്ങളോട് ആവർത്തിച്ച് അവർ ചോദിക്കുന്നത്. നിങ്ങൾ അതിന് കുണുങ്ങി കണാന്നും പറഞ്ഞുകൊണ്ട് മറുപടി പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് കൂടുതൽ നെഗറ്റീവ് വരുത്തിക്കുന്നത്. ബാക്കിയുള്ള ആളുകൾ ഒരുപാട് പേര് ഇതുപോലൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവരുടെ പുറകെ ഒന്നും പോകാത്തത് നിങ്ങളുടെ നന്ദികെട്ട പ്രവൃത്തിയും അതുപോലെ തന്നെ ഈ തരം താഴ്ന്ന രീതിയിലുള്ള സംസാരങ്ങളും പ്രവൃത്തിയും കൊണ്ട് മാത്രമാണ് നിങ്ങളെ ആളുകൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നിങ്ങളോട് പ്രത്യേകിച്ചുള്ള വൈരാഗ്യങ്ങളോ വിദ്വേഷങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. നിങ്ങൾ നെഗറ്റീവിൽ കൂടെ റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന പേക്കൂത്തുകളെ ആണ് ആളുകൾ വിമർശിച്ചിരിക്കുന്നത്. നിങ്ങളെ ശരിക്കും ഒരു കോമാളി രൂപത്തിലാണ് ജനങ്ങൾ ഇപ്പം കാണാനിടയാകുന്നത്. കാരണം സഹി കെട്ടെന്നാണ് പറയുന്നത്. സോഷ്യൽ മീഡിയ തുറന്നു നോക്കാൻ പറ്റത്തില്ല. കാരണം ഈ രീതിയിലുള്ള അലവലാതിത്തരങ്ങളും പ്രവൃത്തികളും നിങ്ങളുടേത് മാത്രമാണ് ഇപ്പം കാണുന്നത്. പക്ഷെ നിങ്ങൾക്ക് വേണ്ടത് അതുതന്നെയാണ്. എന്നും സോഷ്യൽ മീഡിയയിൽ മിന്നിത്തിളങ്ങി നിൽക്കുന്ന താരമായിട്ട് മാറണമെന്നാണ് രേണുവിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ അത് വെറും തെറ്റിദ്ധാരണയാണ്. നിങ്ങൾക്ക് ഇപ്പം കിട്ടുന്ന റീച്ച് ഒരു വർഷം കഴിഞ്ഞ് കഴിയുമ്പം ചിലപ്പം കിട്ടിയെന്ന് വരികയില്ല. നിങ്ങൾ നെഗറ്റീവിൽ കൂടെയാണ് നിങ്ങൾ റീച്ച് സമ്പാദിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. പക്ഷേ ഈ നെഗറ്റീവ് എപ്പോഴും ഒന്നും ആളുകൾ ഉൾക്കൊണ്ടിരിക്കുകയില്ല. കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഒരു കാലം മാറി കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്തയാൾ വരും. അങ്ങനെ നമുക്കറിയത്തില്ലേ, എന്താ പറയുന്നത്, പഴുത്ത ഇല ചാടി നിലത്ത് വീഴുമ്പോൾ പച്ച പ്ലാവില ചിരിക്കുമോ എന്നുള്ളത്. അതേ ഇത് തന്നെയാണ് നിങ്ങളുടെയൊക്കെ ഇത് വരുന്ന അവസ്ഥ വരുന്നത്. പിന്നെ അതുകൊണ്ട് നിങ്ങൾ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് ആ കുഞ്ഞിനെക്കുറിച്ച്, ആ കൊച്ചിൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കണം. അമ്മ എന്നൊരു രീതിയിൽ നിങ്ങൾ ആ ഒരു ഇതിൽ നിങ്ങൾ എന്താണ് ആ കുട്ടിയുടെ ഭാവിക്ക് ദോഷം വരുന്ന രീതിയിൽ പോകരുത് എന്നുള്ളത്. നിങ്ങളിപ്പം പറയും എനിക്ക് മറ്റുള്ളവരാരെങ്കിലും ചിലവിന് തരുമോ, അല്ലെങ്കിൽ എന്നാൽ ഞാൻ വീട്ടിലിരിക്കാം, നിങ്ങളെന്നാൽ എനിക്ക് വീട്ടിൽ കൊണ്ടുവന്ന് എനിക്ക് ചിലവിന് തരിക, എൻ്റെ കുടുംബം നോക്ക് എന്നൊക്കെ പറയും. പക്ഷെ കുടുംബം നോക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, വിധവകളായിട്ടുള്ള ആളുകളുണ്ട്. അവരൊക്കെ മക്കളെ വളർത്തുന്നുണ്ട്. നല്ല അന്തസ്സായ രീതിയിൽ തന്നെയാണ് മക്കളെ വളർത്തുന്നത്. പെൺമക്കളുണ്ടെങ്കിൽ അവരെ പഠിപ്പിക്കുകയും അവരെ കെട്ടിച്ച് വിടുകയും ആൺമക്കളുണ്ടെങ്കിൽ അവർക്കും വിദ്യാഭ്യാസമൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ തന്നെ കഷ്ടപ്പെട്ട് വളർത്തുന്ന ഒരുപാട് വിധവകളുണ്ട്. നിങ്ങൾ വിധവയെ റെപ്രസെൻറ്റ് ചെയ്ത് വന്നിരിക്കുന്ന സ്ത്രീയാണെന്നാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾ കാണിക്കുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് ഒരിക്കലും ആ രീതിയിൽ വിധവകൾ അനുകരിക്കരുതെന്നാണ് പറയുന്നത്. നിങ്ങളിപ്പം ഈ സബ്സ്ക്രിപ്ഷൻ പരിപാടി തുടങ്ങി, ബാക്കിയുള്ള ആളുകളൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. പക്ഷേ അവരാരും ഇങ്ങനെ കൊട്ടിഘോഷിച്ച് വന്ന് സോഷ്യൽ മീഡിയ വന്നിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്, ഞാൻ എക്സ്ക്ലൂസീവായിട്ടുള്ള കണ്ടൻറ്റുകൾ ഞാൻ നാളെ മുതൽ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഇടുന്നുണ്ട്, നിങ്ങളത് പേടി ചെയ്ത് കാണൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊന്നും ആരും വിളംബരം ചെയ്യില്ല. നിങ്ങൾ മാത്രം അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടിട്ട് ഇനിയുള്ള തലമുറയിലെ പെൺകുട്ടികളും ഇതേ രീതി ആവർത്തിക്കും. കാരണം വിയർപ്പിൻ്റെ അസുഖമുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരോർക്കും രാത്രിയിൽ മുറി അടച്ചിട്ടിരുന്ന് ഇതുപോലുള്ള പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ തൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ വരുമല്ലോ, തനിക്ക് പോക്കറ്റ് മണി ആയല്ലോ എന്ന് ചിന്തിക്കാനുള്ള ഒരു പരിപാടിയാണ് നിങ്ങൾ കാണിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രവൃത്തിയോട് ഒരിക്കലും ഇത് ന്യായീകരിക്കാൻ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ഉള്ളതല്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ഈ സബ്സ്ക്രിപ്ഷൻ പരിപാടി തുടങ്ങിയപ്പോൾ മുതൽ ആളുകൾ ഇത് വീഡിയോ റിയാക്ഷൻ ചെയ്യുന്നതും അത് നല്ലൊരു പ്രവൃത്തിയായിട്ട് തോന്നുന്നില്ല. കാരണം നിങ്ങൾ കാണിച്ചിരിക്കുന്ന ഫോട്ടോസിൽ പുറത്ത് വന്നിരിക്കുന്ന ഫോട്ടോസ് ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ കാണിച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ എന്താണ്? നിങ്ങളുടെ വയറ് കാണിക്കുക, മാറിടം പ്രദർശിപ്പിക്കുക എന്ന ലെവലിൽ തന്നെയാണ് നിങ്ങൾ കാണിച്ചിരിക്കുന്നത്. അല്ലാതുള്ള ഒരു മാന്യമായിട്ടുള്ള ഒരു രീതിയായിട്ട് ഞങ്ങൾക്കത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അപ്പോൾ അത് ഇനി വളർന്നു വരുന്ന പെൺകുട്ടികൾ, ഇനിയുള്ള തലമുറകളെയും ഈ രീതിയിലേക്ക് നിങ്ങൾ കൊണ്ടുപോകാനുള്ള ഒരു ലെവലിലേക്കാണ് നിങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ലൈവുകൾ നിങ്ങളെന്നല്ല ഒരു സ്ത്രീയും ഇതുപോലെ ചെയ്യുന്ന പ്രവൃത്തിയോട് ഒരു സ്ത്രീ എന്ന നിലയിൽ നമുക്ക്, സ്ത്രീ എന്നാണെങ്കിലും പുരുഷന്മാരാണെങ്കിൽ പോലും മാന്യമായിട്ട് ജീവിക്കുന്നവർക്ക് ഇതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നുള്ള കാര്യത്തിൽ അങ്ങനെ ഒരു കാര്യം തന്നെയാണ്. നിങ്ങളെ ഈ ഒരു പ്രവൃത്തിയോട് ഒട്ടും യോജിക്കാൻ പറ്റുന്നതല്ല. നിങ്ങൾക്ക്
യൂട്യൂബ് ചാനലുണ്ട്, നിങ്ങൾക്ക് ആൽബം ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള പരിപാടികളുമായിട്ട് മുമ്പോട്ട് പോകുക. ആൽബം എന്നും പറഞ്ഞ് നിങ്ങൾ കാണിച്ചു കൂട്ടിയത് വളരെയധികം അങ്ങേയറ്റം മുതുകൂത്താണ്. അതുകൊണ്ടാണ് ആ ഒരു ഇത് നിങ്ങൾക്ക് പോയത്, ആ ഒരു കാര്യത്തിനുള്ള റീച്ച് നിങ്ങളുടെ പോയി. അപ്പോൾ പിന്നെ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നിങ്ങൾ ഇതാണ് കണക്കാക്കിയിരിക്കുന്നത്. ഇനി പെട്ടെന്ന് ഇനി അടുത്ത പൈസ ഉണ്ടാക്കാം എന്നുള്ള ഇതിൽ നിങ്ങൾ കാണിച്ചു കൂട്ടിയിരിക്കുന്ന അടുത്ത ഒരു പരിപാടിയാണ്. അപ്പോഴത്തേക്കിന് ഇത് കുറേ ഞരമ്പ് രോഗികളായിട്ടുള്ള ആളുകൾ ഇത് ഇനി എന്താണ് ഇനി അവിടെ കാണിക്കാൻ പോയിരിക്കുന്നത് എന്നുള്ള ഇതിൽ ചിന്തയിൽ പോയി ചെന്ന് ചാടിപ്പെട്ട് കുറേ എണ്ണം പൈസ കൊണ്ടുപോയി കളഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ ഏത് എന്താ പറയുന്നത്, ഇവന്മാരൊക്കെ ഇത്രയും ദാരിദ്ര്യം പിടിച്ച അവന്മാരാണോ എന്നുള്ള കാര്യം ഓർക്കുമ്പോഴാണ് ചിരി വരുന്നത്. കാരണം കാണിക്കാവുന്നതിൻ്റെ പരമാവധി കാണിക്കുകയും പറയുകയും ഒക്കെ ചേച്ചി ഇവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് പോയി നിങ്ങൾ പൈസ കൊടുത്ത് നിങ്ങൾ എന്താണ് ഇത് കൂടുതൽ കാണാനുള്ളതെന്നുള്ള ഓർക്കുമ്പോഴാണ് ഭയങ്കരമായിട്ട് പുള്ളിക്കാരത്തി എന്തായാലും ഇനിയിപ്പം എന്താ ദുബായിലേക്ക് ട്രിപ്പ് പോയി കാണാം. ആ ട്രിപ്പ് പോയപ്പോഴത്തേക്കിന് തന്നെ കാണിച്ചിരിക്കുന്നത് കാലിൻ്റെ തുടയും ഒക്കെ കാണിച്ചാണ് പുള്ളിക്കാരത്തി ആ എയർപോർട്ടിൽ നിൽക്കുന്ന ആ ഒരു വീഡിയോയ്ക്കകത്ത് കാണിച്ചു കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത് ആളുകൾക്ക് വളരെയധികം ഇതിനോടൊന്നും, കുറേ ആളുകളൊക്കെ ഇതൊക്കെ കണ്ട് ചിലപ്പം കാണാൻ വേണ്ടിയിട്ട് കാഴ്ചക്കാരുണ്ടെങ്കിലും ഉള്ളിലുള്ളവർ ആർക്കും തന്നെ ഇതൊന്നും സപ്പോർട്ട് ചെയ്യാൻ അംഗീകരിക്കാൻ പറ്റുന്ന അത്ര വലിയ മഹത്തായ കാര്യങ്ങളൊന്നുമല്ല ചേച്ചി ഇവിടെ കാട്ടിക്കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാകുന്നത്. നമ്മളിപ്പോൾ വീഡിയോ വിമർശിച്ച് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്താ അവളെന്തേലും കാണിച്ചു കൂട്ടട്ടെ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. പക്ഷെ നിങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരാൾ, നിങ്ങളുടെ മകളോ സഹോദരിയോ അമ്മയോ ആരെങ്കിലും ഇതേ രീതിയിലാണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ നിങ്ങൾ ചോദ്യം ചെയ്യാതിരിക്കുമോ? അതുതന്നെയാണ് ഞങ്ങളും ആവർത്തിക്കുന്നത്. ഇനി ഇത് നാളെ ഇത് വേറൊരു പെൺകുട്ടികളും ഇതുപോലെ രീതിയിൽ ആവർത്തിക്കരുത്. ഇപ്പം ഭർത്താവ് മരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നാളെ മുതൽ ബാക്കിയുള്ള സ്ത്രീകളെല്ലാവരും തന്നെ ഇതുപോലെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനത്തെ പരിപാടി കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവസ്ഥ? ഈ കുഞ്ഞുങ്ങൾ ഇതൊക്കെ കാണുകയല്ലേ ചെയ്യുന്നത്. അവരൊക്കെ ഇതൊക്കെ ഒരു 15, 16, 14 വയസ്സൊക്കെയുള്ള കുട്ടികളുടെ പ്രായം എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്ന സൈസുള്ള രീതിയിലുള്ള ഒരു പ്രായമാണ്. അവർക്കതൊക്കെ കാണാനും കേൾക്കാനും ഒക്കെ ഒരു താല്പര്യമുള്ള ഒരു സമയമാണ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ പെട്ടെന്ന് ഇതൊക്കെ കാണുമ്പോഴത്തേക്കിന് രേണു ചേച്ചിയുടെ ലൈവ് സംഭവം അവിടെ ഉണ്ട്, നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്നയാളുടെ ഉണ്ട്, നമുക്കൊന്ന് കയറി നോക്കാമെന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്ന അച്ഛൻ്റെ പോക്കറ്റിലെ പൈസ എടുത്തായിരിക്കും ചിലപ്പോൾ ഇതുപോലുള്ള പരിപാടിക്ക് കൊണ്ടുപോയി അടച്ച് അവരറിയാതെയായിരിക്കും അവരുടെ ഫോണിൽ നിന്ന് ഗൂഗിൾ പേ ചെയ്ത് ഇതുപോലെയുള്ള അക്കൗണ്ടിൽ കയറി നോക്കി പരിപാടി കണ്ട് സൂഹിച്ച് ഇരിക്കുന്നത്. അപ്പം നാളെ അവരുടെ ഭാവി എന്താണ്? ഇതൊക്കെ കണ്ടു വളരുന്ന മക്കളുടെ സ്വഭാവ രീതി എങ്ങനെയാണ്? അവർ നാളെ അവരുടെ വീട്ടിലുള്ള സഹോദരിമാരുടെ അടുത്തോ അല്ലെങ്കിൽ കൂടെ പഠിക്കുന്ന സഹപാഠികളുടെ അടുത്തോ അയൽപക്കക്കാരുടെ അടുത്തോ കുട്ടികളുടെ അടുത്തോ ഒക്കെ ഇങ്ങനത്തെ രീതിയുമായിട്ട് പോവുകയില്ലേ? അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിന് നമുക്ക് ഒരു ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ ആവില്ല. അപ്പോൾ പുള്ളിക്കാരത്തി വന്നിട്ട് ഞാൻ എന്തും ചെയ്യും, എനിക്ക് പണം, ഞാൻ ഒരു സമയത്ത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടതാണ്, എനിക്ക് പണം സമ്പാദിക്കണം എന്നൊക്കെ പറയുമ്പം പണം സമ്പാദിക്കാൻ ഒരുപാട് നിങ്ങളുടെ മുമ്പിൽ ഓഫറുകളൊക്കെ ഉണ്ടായിരുന്നതാണ്. സുധി മരണപ്പെട്ടു പോയപ്പോൾ നിങ്ങൾക്ക് ജോലി കൊടുക്കാമെന്ന് പറഞ്ഞാണ്. അത് നിങ്ങൾക്ക് വേണ്ടെന്ന് വെച്ചു. നിങ്ങൾക്ക് പിന്നെ എന്താ, നിങ്ങൾക്ക് ഒരുപാട് വിദ്യാഭ്യാസം, നേഴ്സായിരുന്നു, പിന്നെന്താ ഏതാണ്ടെല്ലാം സംഭവങ്ങൾ ഏവിയേഷനോ അങ്ങനെങ്ങാണ്ടൊക്കെ കാര്യങ്ങളൊക്കെ പഠിച്ചതാണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ നിങ്ങൾ ആ ഫീൽഡിലോട്ട് നിങ്ങൾ പോകുന്നുമില്ല. എന്നാൽ അഥവാ അഭിനയിക്കാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അത് നിങ്ങൾ നല്ല രീതിയിൽ അഭിനയിക്കുന്നുമില്ല. അതും ഈ രീതിയിലുള്ള അലവലാതിത്തരങ്ങൾ മാത്രം കാണിച്ചാണ് നിങ്ങൾ മുമ്പോട്ട് പോകുന്നത്. ഇപ്പം വന്നിട്ട് കാണിക്കുന്ന സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ് പരിപാടി നടത്തുന്നതിൽ കാണിക്കുന്ന മൊത്തം ഹോട്ടായിട്ടുള്ള പിക്ചറുകളാണ് നിങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. ഇതിപ്പം തുടക്കമാണ്. ഇനിയും കുറച്ച് കഴിയുമ്പം ഒന്നും കൂടെ ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഇനി എന്തൊക്കെയാണ് ചേച്ചി കാട്ടിക്കൂട്ടുന്നതെന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. അതും ഇനി ഇത്രയായി, ഇനി ഇതിൽ കൂടുതൽ കാണിക്കുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം പുള്ളിക്കാരത്തിക്ക് തൊലിക്കെട്ടി വളരെ അപാരമാണ്. നാണവുമില്ല, മാനവുമില്ല, ഒന്നുമില്ല. എന്നിട്ട് ആൾക്കാരോട് വന്ന് ചോദിക്കും, നിനക്ക് മാനം ഉണ്ടോടാ, നാണം ഉണ്ടോടാന്ന്. പക്ഷേ ഈ പറയുന്ന ചേച്ചിക്ക് ഇത് രണ്ടും ഇല്ല എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് ഇതിനോടകം തന്നെ മനസ്സിലായതാണ്. അല്ലെങ്കിൽ പിന്നെ മീഡിയക്കാരൻ ഇതുപോലത്തെ ഉള്ള അലവലാതി ചോദ്യങ്ങൾ ചോദിച്ച് ഒരു പെണ്ണുങ്ങളുടെ അടുത്തും ഒരു സ്ത്രീയുടെ അടുത്തും ഇതുപോലത്തെ ലൈംഗിക ചൊവ്വയുള്ള ചോദ്യം ചോദിച്ചുകൊണ്ട് ചെല്ലുകയില്ല. ഇതിനെല്ലാം നിങ്ങൾ സപ്പോർട്ട് നിൽക്കുന്നതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് ഇതേ രീതിയിൽ ഒരു പുരുഷൻ വന്നിട്ട് ഇങ്ങനത്തെ ചോദ്യങ്ങളും തോന്നിവാസ തരങ്ങൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന് ഉള്ള കാര്യം നമുക്ക് സ്പഷ്ടമായിട്ട് അറിയാവുന്നതാണ്.
അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിനോട് നമുക്കൊരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതല്ല. രേണു കാണിക്കുന്ന ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ പരിപാടിയോട് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. കാരണം ഞാൻ എൻ്റെ ഒരു ഇതാണ് പറഞ്ഞത്. നിങ്ങൾക്ക് നിങ്ങളുടെയൊക്കെ എന്താണെന്ന് വെച്ചാൽ പറയാം. കാരണം നാളെ ഇതുപോലെ ഉള്ള പെൺകുട്ടികൾ, സ്ത്രീകൾ ഇതുപോലെ ആവർത്തിക്കരുത് എന്ന് കണക്കാക്കിക്കൊണ്ടാണ് പറയുന്നത്. അവരെങ്ങനെ ജീവിച്ചോട്ടെ എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. പക്ഷെ അവരുടെ മുമ്പിൽ എത്രയോ ഓപ്പർച്യൂണിറ്റികളുണ്ട്, എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഒരുപാട് സ്ത്രീകൾ ജീവിക്കുന്നില്ലേ, അതെല്ലാം മാനം വിട്ടിട്ടാണോ ജീവിക്കുന്നത്? ഇവർക്ക് എന്താ ആ കുട്ടിയുടെ ഭാവിയെക്കുറിച്ച് ഒന്നും ചിന്തിക്കില്ല. പിന്നെ അച്ഛനും അമ്മയും ഉണ്ട്. അവർക്ക് മകളുടെ പണം മതി, അവരുടെ ആ ഒരു റീച്ച് മതി എന്നുള്ള നിലപാടാണ് അവർക്കിന്ന് നമുക്കറിയാം. കാരണം നിക്കർ വിധവ എന്ന് പറഞ്ഞ ഒരു പേര് കേട്ടിട്ട് അവർ കുടുങ്ങി ചിരിച്ചവരാണ്. അവർക്കെല്ലാം തമാശയാണെന്ന് രേണു തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.